കണ്ണൂരുകാരുടെ ഫേമസ് ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ മതിയാവും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതുപോലെ നല്ല പഴുത്തൊരു പപ്പായ നമുക്ക് വേണം. ഇത് മൊത്തമായിട്ടൊന്നും വേണ്ട കേട്ടോ, ഇതിൻ്റെ 4/1 ഭാഗം മാത്രം മതി. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ എത്രയാണോ ക്യാരറ്റ് എടുക്കുന്നത് അതിൻ്റെ പകുതി മതി, അല്ലെങ്കിൽ കോക്ടെയിലിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം വേണം. പിന്നെ 1 കപ്പ് പഞ്ചസാര, 1/2 ലിറ്റർ ഫ്രീസ് ചെയ്തിട്ടുള്ള പാലും കൂടി വേണം. ഓരോന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇത് ഇത്രയും അളവിലേക്ക് നല്ല കറക്റ്റായിട്ടുള്ള പാകത്തിനുള്ള മധുരമായിരിക്കും ഉണ്ടാവുക. ഇതേ മെഷർമെൻറ്റ്സ് കറക്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 6 ഗ്ലാസ് ജ്യൂസ് വരെ ഇതിൽ നിന്ന് കിട്ടും. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള കോക്ടെയിൽ നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ക്രീമി ടെക്സ്ചറിലാവട്ടെ ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിക്കുന്നതിൻ്റെ മുമ്പോ ശേഷമൊക്കെ ആയിട്ട് അനാറും അതുപോലെ കോൺഫ്ലേക്സും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കുടിക്കുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു അടിപൊളി ടേസ്റ്റി ഡ്രിങ്കാണ് ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള. അപ്പോൾ ഇനി കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരൊന്നും പോയി കഷ്ടപ്പെടേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. ഓക്കെ, ബൈ.